കൊക്കോയുടെ വില കയറിയതുപോലെ തന്നെ താഴേക്ക്. പച്ച 130, ഉണങ്ങിയത് 450. എന്തായി? ഇനിയും താഴേക്ക് പോകുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഒരു വർഷം പോലും വില നിന്നില്ല. ഇനിയുള്ള ബാക്കി കായയുടെ കാര്യമോ? മഹാളി ഇതാ ഇവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കിടക്കുന്ന മഹാളി, നോക്കിയേ, കണ്ടോ? ഇതിൻ്റെ മുകളിലുള്ളത് എല്ലാം തന്നെ മഹാളി പിടിച്ചിരിക്കുക. അടിയിലൊരു കുറച്ച് പച്ചക്കായുണ്ട്, ബാക്കി മൊത്തം മഹാളി ആയിക്കൊണ്ടിരിക്കുക. ഈ ജൂൺ മാസത്തിന് മുമ്പ് കാ പറിച്ചൊഴിവായില്ലെങ്കിൽ ഇതായിരിക്കും അനുഭവം. ഇതാ പറിച്ചിട്ടേക്കുന്നത് പകുതിക്ക് പകുതി മഹാളിയാണ്. കൊക്കോയ്ക്ക് വിലയുണ്ടായെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം നമുക്ക് സാധനം അധികം വിൽക്കാൻ പറ്റിയിട്ടില്ല. ആദ്യത്തെ പുഞ്ചക്ക മാത്രം കൊടുക്കാൻ പറ്റി. ബാക്കിയൊക്കെ ഇതാ കുറച്ച് പഴുത്തു, ബാക്കിയുള്ളത് ഇതിങ്ങനെ കറുത്ത് നിൽക്കുക. അതെല്ലാം പറിച്ചിടുക. ഇതിനി ഒന്ന് പൊട്ടിച്ചെടുക്കണമല്ലോ, ഒരു രക്ഷയില്ല. കണ്ടോ, ബാക്കിയുള്ള പച്ചക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, മഹാളി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? എല്ലാം മൊത്തം പടർന്ന് കയറും. 15 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് കൊക്കോക്കായും മഹാളിയായിത്തീരും. നേരത്തെ കാ പറിക്കുന്ന രീതിയിലുള്ള കൊക്കോ തെയ്യം നടാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതായിരിക്കും അനുഭവം. എനിക്കും ഇങ്ങനെയൊക്കെ തന്നെ പറ്റി കുറേ. എന്നാൽ ഞാൻ ഇപ്പം ചെയ്യുന്നത് മാറ്റമുണ്ട്. പഴയ കൊക്കോയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് കണ്ടോ, കിടക്കുന്നത് കണ്ടോ? കഴിഞ്ഞ ആഴ്ച പൊട്ടിച്ചതിൻ്റെ ബാക്കിയാണ്. ഒരു രക്ഷയില്ല. ഇതിനി അഴുകാതെ ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല. കരിങ്കല്ല് പോലെ ഇരിക്കും ഇതിനുള്ളിലെ, കണ്ടോ? അത് ചുറ്റോട് ചുറ്റും വെട്ടിപ്പൊളിച്ചാൽ ഇതെടുക്കാൻ പറ്റും. എത്ര സമയം എടുക്കുമെന്നറിയോ? അത് തന്നെ സാധാരണ കൊക്കോയുടെ കണ്ടീഷനൊന്നും കിട്ടുകയില്ല. ഉണ്ടോ, ഓരോ ഭാഗത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് വിളഞ്ഞ കാ മാത്രം പൊട്ടിച്ചെടുക്കും, അല്ലാത്തതൊക്കെ പോവും. ഇത് കിടക്കുന്നുണ്ടോ? ഉണ്ടോ? അതിലെ ഇലയും കുറച്ച് പച്ചയുണ്ട്, ബാക്കി മുഴുവൻ മഹാളി പിടിച്ചാൽ. ഈ പച്ചയ്ക്ക് ഉടൻ തന്നെ കയറി പിടിക്കുക, തീ പിടിക്കുന്ന പോലെ കയറി പിടിക്കുകയാണ്. കംപ്ലീറ്റ് മഹാളി പിടിച്ച് ഈ സാധനം പോവും. മഹാളിക്കായൊന്നും കടയിൽ എടുക്കുകയില്ല. അഥവാ എടുത്താൽ ചെറിയ വില കിട്ടുള്ളൂ. അത് മൂത്തത് മാത്രമേ നമുക്ക് ഇതിനകത്തുനിന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ, അല്ലാത്ത കിട്ടുകയില്ല. അതിനകത്ത് പരിപ്പൊന്നും ഇല്ല. പിന്നെ ഒരുമാതിരി ഒരു 3/4 ഭാഗം വിളഞ്ഞതിനകത്തു നിന്നൊക്കെയാണെങ്കിൽ കുറച്ച് കിട്ടും. ഇങ്ങനെ പോയാൽ കൊക്കോ കർഷകരൊന്നും കര കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വില തന്നെ ഏതാണ്ട് 1 മാസം ചില്ലറ എങ്ങാണ്ട് നിന്നുള്ളൂ. കായായി വന്നപ്പോഴത്തേനും വില താഴെപ്പോയി. ഇങ്ങനെയാണ് എന്നാ ചെയ്യും? ജൂൺ മാസത്തിന് മുമ്പേ പറിച്ച് തീരണം. ആ കണ്ടീഷനുള്ള കൊക്കോയെ നടാവുള്ളൂ. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ ഒരു കൊക്കോയാണ്. ഇതിൽ ആദ്യം കായ, ഇത് മൊത്തം ഞങ്ങൾ പറിച്ചു. ഇതിന് കുറച്ച് വിലയും കിട്ടിയതാണ്. ഇത് കുറച്ച് വിലയുള്ളപ്പോൾ കൊടുത്തതാണ്. ഇപ്പം കായില്ല, തീർന്നു. ഇതേ രീതിയിലായിരിക്കണം നടുന്ന കൊക്കോ, എല്ലാം അങ്ങനെ ആയിരിക്കണം. ഇത് കണ്ടോ, ഇതുപോലത്തെയൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട. ഇതൊന്നും ഒരൊറ്റ കാ പഴുത്ത് വിൽക്കില്ല. കണ്ടോ എന്തോരം കായാന്ന് നോക്കി. ഇത് മുഴുവൻ മഹാളി പിടിച്ച് പോവുകയുള്ളൂ. കിലോ കണക്കിന് നല്ല കാ കിട്ടേണ്ട കൊക്കോയാണ്. കണ്ടോ, നോക്ക്, മുഴുവൻ ഇത് താമസിച്ചുണ്ടായി. ഇനി അത് 1 മാസം കൊണ്ട് ഇത് മുഴുവൻ അഴുകിത്തീരും. ഇങ്ങനെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇങ്ങനെ കായ്ക്കുന്ന കൊക്കോയുടെ അരി എടുത്ത് പാകി നടരുത്. നട്ടാൽ അത് പണി കിട്ടും. മഴക്കാലത്ത് കാ പറിച്ചാൽ വിലയും കിട്ടൂല. രണ്ടാമത് ഇങ്ങനെ സാധനം മുഴുവൻ നശിച്ചും പോകും. ഇനിയാണേലും ആര് നട്ടാലും നിങ്ങൾ കൊക്കോ നടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരത്തെ കായ്ക്കുന്ന കൊക്കോയുടെ എടുത്ത് നടാവുള്ളൂ. നേരത്തെ കാ പറിച്ച് ഒഴിവാകണം. ജൂൺ മാസത്തിന് മുമ്പേ കാ തീർന്നിരിക്കണം. എന്ത് വിലയാണേലും ആ വില നമുക്ക് കിട്ടുമല്ലോ. ഇതുപോലെ നശിച്ചു പോവുകയല്ലോ. ഉണ്ടോ, ഇത് കുറച്ച് പഴുത്തത് പറിച്ചിട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ചീഞ്ഞത് നിൽപ്പുണ്ട്. ഇതൊരൊറ്റ കൊക്കോടെയാണ്. ജൂൺ മാസം തുടങ്ങുമ്പോഴത്തേക്കെങ്കിലും കാ തീർന്നിരിക്കണം. ഇതിൻ്റെ അങ്ങനെ തീർന്നതാണ്. ജൂണ് ഇന്നിപ്പോൾ 7 ആയിട്ടുള്ളൂ. അന്നേരം തന്നെ ഇത് ലാസ്റ്റ് പറിച്ചു. അതിൽ ഓരോ കായും കൂടെ ഉള്ളൂ. ബാക്കി മൊത്തം ഇതിലെ പറിച്ച് തീർന്നു. ഇതൊരു ചെറിയ കൊക്കോയാണ്, എന്നാലും ഇതുണ്ടോ, മൊത്തം പറിച്ചിട്ടേക്കുന്നുണ്ടോ?
ഇത് ലാസ്റ്റ് കൊക്കോ ഒന്നിച്ച് പറിച്ച് എല്ലാം പഴുത്തു. ഇനി മകാളി പിടിക്കാൻ ഇതില്ല. കണ്ടോ? കൊക്കോ തൈ നടാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കൊക്കോ അരി പാകാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ കാ തീരുന്ന കൊക്കോയുടെ അരി വേണം എടുത്തിട്ട് പാകാൻ. ഇല്ലെങ്കിൽ അത് പണി കിട്ടും. ജൂൺ മാസം മുതൽ മുന്നോട്ടുള്ള കാ കിട്ടുന്നത് ഒന്നും നടരുത്, നേരത്തെ കായ്ക്കുന്നതായിരിക്കണം. അത് ഏത് തോട്ടത്തിൻ്റെ ഉടമയാണോ അദ്ദേഹത്തോട് ചോദിച്ച് ഉറപ്പാക്കിയിട്ട് വേണം സംഭവം ഇതെടുക്കാൻ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ചെയ്യുക, നടാൻ ആഗ്രഹിക്കുന്നവർ. ഞാൻ എൻ്റെ ഈ വീഡിയോ നിർത്താൻ പോവാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു സപ്പോർട്ട് തരിക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും വരും. ബായ്.